ഒരിക്കലൊരാള് സ്നേഹഭാവനയിൽ കുരിശിന്റെ മുന്നിൽ നിന്ന് ചോദിച്ചു, എത്രമാത്രം എന്നെ നീ സ്നേഹിക്കുന്നെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും. അപ്പോ ഹൗ മച്ച് എത്രമാത്രം എന്നെ നീ സ്നേഹിക്കുന്നെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും. ഇപ്പൊ കുരിശിലേക്ക് നോക്കിയാൽ കുരിശിൽ എന്താ കാണാ? ഒരാൾക്ക് എത്രമാത്രം എക്സ്റ്റൻഡഡ് ആകാമോ? ദേ ഇങ്ങനെ ഇങ്ങനെ കൈവിരിച്ച് നിന്നിട്ട് മോളെ എത്രമാത്രം എന്നെ നീ സ്നേഹിക്കുന്നെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും. കുരിശിലോട്ട് നോക്കി കുരിശ് പറയും, എത്ര ഇങ്ങനെ കൈവരിക്കാമോ? കുരിശിന് അതിരില്ല കേട്ടോ, കുരിശിന് അതിരില്ല. സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശതിൽ ഇത്രയേറെ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു. എന്താ എന്റെ കൂടെ പാടിക്കാൻ? സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ. ഒറ്റ വാക്ക് പറയാമോ? ഇത്രയേറെ. ആരും ഭാരപ്പെടല്ലേ. ഈ നോമ്പുകാലത്ത് സങ്കടപ്പെട്ട് ഇവിടെ വരുന്നെങ്കിൽ എന്റെ ചങ്ങാതി, ഇത്രയേറെ പരിധിയില്ലാതെ കണ്ണടച്ച് തമ്പുരാന് നന്ദി പറ, കണ്ണടച്ച് ദൈവത്തിന് നന്ദി പറ. അപ്പാ, ഞാൻ ഈ നോമ്പിൽ വേറെ അങ്ങ് നോക്കുന്നില്ല, എന്റെ ഇടവകപ്പള്ളിയിലെ കുരിശിലോട്ട് നോക്കുക. This much. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കോടാനുകോടി പാപം മറന്ന് എന്നെ മാറോട് ചേർത്തിടുവാൻ, നെഞ്ചിൽ നെരിപ്പൂട് കത്തുന്ന നേരം. സമീപകാലത്ത് ദലീമയും വിൽസൺബറും ഒക്കെ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. ആ പാട്ടൊന്ന് കേൾക്കാം, അതിന്റെ ഒറിജിനൽ ഫീലിൽ ഒന്ന് കേൾക്കാം. ആ പാട്ടിന് 2 ചരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, എത്രമാത്രം എന്നെ നീ. രണ്ടാമത്തത്, ഞാൻ കുരിശിൽ ഒന്നുകൂടെ നോക്കി, വീണ്ടും ഒന്ന് നോക്കവേ കണ്ടതില്ല ആണികൾ. ആണിയല്ല നിന്നെ ചേർത്ത് വെച്ചത്, ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു പോകവേ. അപ്പ ആണിയല്ല സ്നേഹമാണ്. ഈ പാട്ട് നല്ലൊരു ഫീലില് ഇവിടെ ഈ പാട്ട് പാടുന്ന ആർക്കാന്നറിയാമോ? ഇന്ന് രാത്രി ഇവിടെ എന്നെ കേൾക്കുന്ന എത്രയേറെ 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 എന്നൊക്കെ ചോദിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഇത്രയേറെ എന്ന് പറയുന്നൊരു കുരിശ്, ഇത്രയേറെ എന്ന് പറയുന്നൊരു കുരിശുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.